സിനി ടോക്സ്. ഞാൻ സെനി റമീത്തല്ലേ. നമ്മളെല്ലാവരും ലൈഫിൽ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാറുണ്ട് അല്ലേ? പല പല കാര്യങ്ങളും ചെറുതും വലുതുമായ പല തീരുമാനങ്ങളും നമ്മൾ എടുക്കാറുണ്ട്. അതിപ്പോൾ നമ്മുടെ ഒരു ഹയർ സ്റ്റഡീസിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോബ് തിരഞ്ഞെടുക്കുന്നതായിക്കോട്ടെ, അതെല്ലാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ആയിക്കോട്ടെ, എന്തിനെ പറ്റിയാണെങ്കിലും ചെറുതും വലുതുമായ എന്ത് കാര്യത്തിനെ അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാനാണെങ്കിൽ പോലും നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കുന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, പല ആളുകളെയും വാച്ച് ചെയ്തതിലൂടെയും പല അനുഭവങ്ങളിലൂടെയും എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ എന്തിനാണ് മറ്റൊരാളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുന്നത്? നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യമാവും ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ അതൊരു 10 പേരെടുത്ത് അഭിപ്രായം ചോദിക്കും, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അവരുടേതായ ഒരു അഭിപ്രായം പറയും. പക്ഷെ നമുക്ക് അത് മതിയാവില്ല. നമ്മൾ അടുത്ത ആളെടുത്തും ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അവർ വളരെ വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായം വരും. അങ്ങനെ ഓരോ ആളുകൾക്കും അവരവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അല്ലെ? ഒരു കാര്യത്തിനെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളാണ്. അവരുടെ ബുദ്ധി വളർച്ച, അവരുടെ അറിവ്, അവരുടെ പല കാര്യങ്ങളിലും അവർക്കുള്ള ആറ്റിറ്റ്യൂഡ്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പലരുടെയും അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചില ആളുകൾ ഒരു 90% ഒരു കാര്യം തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു 10 പേരോട് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ട് ചിലപ്പോൾ അത് വേണ്ടാന്ന് വെക്കും, അല്ലെങ്കിൽ നമ്മൾ അത് പെൻഡിങ്ങിലേക്ക് വെക്കും. ഇപ്പം എനിക്ക് തോന്നാറുണ്ട്, പലപ്പോഴും ഞാൻ എന്താണ് എന്നുള്ളത് എനിക്കല്ലേ 100% അറിയൂ. വേറൊരാൾക്കും നമ്മൾ എന്താണെന്നുള്ളത് ഒരാൾക്കും നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതിലൂടെ മറ്റുള്ളവർ മനസ്സിലാക്കി എടുക്കുന്നതല്ലാതെ നമ്മളൊരു 100% നമ്മളെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്കും പറ്റില്ല എന്നുള്ളതാണ്. അത് എത്രത്തോളം അടുത്ത് നിൽക്കുന്ന ആളായാലും, എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന ആളായാലും, എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്ന ആളായാൽ പോലും നമ്മളെ 100% മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ കഴിവുകേടുകളും ഒക്കെ നമുക്കാണ് അറിയാൻ പറ്റുന്നത്. അതേപോലെ ഒരു കാര്യത്തിലേക്ക് അപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കങ്ങ് 100% ആഗ്രഹമുള്ള ഒരു കാര്യം, എനിക്കത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ, അത് മറ്റൊരാളുടെ അഭിപ്രായം ആരാഞ്ഞ് അവർ അതിലൊരു നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ അത് വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മുടെ ആഗ്രഹമല്ലേ ഇല്ലാതാവുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് എന്തെങ്കിലും വലിയൊരു അച്ചീവ്മെന്റ് വരാൻ പോകുന്ന ഒരു കാര്യം, അത് നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനല്ല, മറ്റൊരാളുടെ അഭിപ്രായത്തിന്റെ ബേസിലാണ് നമ്മൾ അത് വേണ്ട എന്ന് വെക്കുന്നത്. പക്ഷെ നമ്മൾ ഈ അഭിപ്രായം ചോദിച്ച ആൾക്ക് ചിലപ്പോൾ നമ്മുടെ ക്വാളിറ്റി അറിയണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ആൾ 100% ഓക്കെ ആണ് എന്ന് നമുക്ക് എന്താണ് ഉറപ്പ്? നമ്മളൊരു കാര്യം അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരതൊരു പോസിറ്റീവ് മൈൻഡിലല്ലാതെ ചിലപ്പോൾ നമ്മളെ ഒന്ന് മോശപ്പെടുത്താൻ വേണ്ടി, വേണ്ട അത് നിനക്ക് പറ്റില്ല, അത് ചെയ്യണ്ട എന്ന് പറയുന്നതാണെങ്കിലോ, അതല്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ അത്രത്തോളം, നിങ്ങളൊരു കാര്യം അത്രത്തോളം ആഗ്രഹിച്ച് ചെയ്യുന്നതാവും, പക്ഷെ അത്രത്തോളം ആ കാര്യത്തിനോട് പാഷൻ ഉള്ള ഒരാളായിരിക്കില്ല മറ്റേയാള്. അത്രത്തോളം അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഫീൽഡിൽ അയാൾക്ക് ഒരറിവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാളെടുത്ത് നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ട് അവരെന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുമ്പോഴേക്ക് നമ്മൾ അത് വേണ്ടാന്ന് വെക്കും. അതേപോലെ എനിക്ക് പല ആൾക്കാരിലും കണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരാളെ പറ്റി ഒരു അഭിപ്രായങ്ങൾ ചോദിക്കും മറ്റുള്ള ആളുകളുടെ അടുത്ത്. അവരെങ്ങനെയാണ്, അവനെങ്ങനെയാണ്, അവളെങ്ങനെയാണെന്ന്. അപ്പോൾ അവരുടേതായ ഒരു അഭിപ്രായം പറയും. ചിലപ്പോൾ അത് പോസിറ്റീവായും നെഗറ്റീവാവും, അല്ലെങ്കിൽ അയാൾക്ക് എന്താണോ അറിയുന്നത്, അയാളുടെ ആറ്റിറ്റ്യൂഡ് വെച്ച് അയാൾ എന്താണോ മനസ്സിലാക്കിയത് അതാവും പറയുന്നത്. ചിലപ്പോൾ ആ പറയുന്നതിനേക്കാൾ നേരെ വിപരീതമായിരിക്കും മറ്റേ ആൾ ഉണ്ടാവുക. പക്ഷെ എന്നാലും അയാളുടെ ഒരു മാനസിക വളർച്ചയും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും വെച്ചിട്ടാണ് അവർ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഒരാളെ പറ്റിയുള്ള അഭിപ്രായവും നമ്മൾ കൂടുതൽ മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് എന്താണോ അനുഭവപ്പെടുന്നത്, അയാളിൽ നിന്ന് നമുക്ക് എന്താണോ ഡയറക്റ്റ് അനുഭവപ്പെടുന്നത്, അത് വെച്ചിട്ട് നമ്മൾ അയാളെ വിലയിരുത്തുക എന്നല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായം ചോദിച്ച് നല്ലതോ മോശമോ എന്നൊരു അഭിപ്രായം ചോദിച്ച് വിലയിരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ
പല കേസുകളിലും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ ഭയങ്കര കഴിവുള്ള ആളുകളായിരിക്കും, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ഒത്തിരി ചലഞ്ചിങ് ആയ കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടെ സംസാരത്തിലും അവരുടെ നടപ്പിലും പ്രവൃത്തിയിലും ഒക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അത്രത്തോളം ടാലന്റ് അല്ല ഒരു സാധാരണ ഒരു നോർമൽ ആയിട്ട് പോകുന്ന ഒരാള്. അപ്പോൾ അയാളുടെ ചിന്താഗതികളിൽ ചിന്തകളുടെ വളർച്ചയിൽ വ്യത്യാസം ഉണ്ടാവും. അയാൾ എക്സ്പ്ലോർ ചെയ്ത ഒരു ഏരിയ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെതായ ഒരു വളർച്ച മാത്രമേ അയാൾക്കുണ്ടാവുള്ളൂ. അപ്പോൾ അയാൾ മറ്റേ ആളെ വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വിലയിരുത്തുമ്പോൾ പറയാം അവർ ഭയങ്കര പൊങ്ങച്ചക്കാരാണ്, അല്ലെങ്കിൽ ഭയങ്കര പിന്നെ എന്തോ സംഭവമാണെന്ന് നാലാളെ അറിയിക്കാനുള്ള ഭയങ്കര പ്രവണതയാണ്, ഭയങ്കര എന്തോ ആന്നുള്ള വിചാരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാൻ ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മറ്റൊരാളെടുത്ത് ഇടപഴകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവര് സംസാരിക്കുന്ന രീതി, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ വർക്കായാലും അവരുടെ സംസാരമായാലും അവരുടെ ആ ഒരു അവർ ചെയ്യുന്ന ജോലി, അവരുടെ ചുറ്റുമുള്ള ആ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് കൊണ്ട് അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ എന്താണോ നടക്കുന്നത് അതാണ് അവർ സംസാരിക്കുന്നത്, അതാണ് അവർ പറയുന്നത്. അതിലൊരു പൊങ്ങച്ചമോ അല്ലെങ്കിൽ അതൊരു വേണ്ടാത്ത കാര്യമല്ല. പക്ഷെ ആ ഒരു ഇതില് ആ ഒരു പരിതസ്ഥിതിയിൽ ഇടപെടാത്ത ഒരാൾക്ക് അതൊരു പൊങ്ങച്ചം പറച്ചിലായിട്ട് തോന്നും. അല്ലെങ്കിൽ അയാൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, അയാൾ അത് കാണുന്നില്ല, അത് അയാൾ അറിയുന്നില്ല. ആ ഒരു ഫീൽഡിന്റെ എക്സ്പീരിയൻസ് എന്താവും, എവിടെ എങ്ങനെയാവും, ഈ പറയുന്നത് എന്താണ് ഏതാണ് എന്നുള്ള ഒരു ടെക്നിക്കൽ വേർഡ് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഇവര് ഈ രീതിയിൽ സംസാരിക്കുമ്പോഴൊക്കെ മറ്റാൾക്ക് അതൊരു ഒരു പൊങ്ങച്ചമായിട്ടും കാട്ടിക്കൂട്ടലായിട്ടും ഒക്കെ തോന്നുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഇയാളോടുള്ള ചെറിയൊരു ജലസ് അവരെ അങ്ങനെ പറയിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ എന്റെയും മറ്റേ അഭിപ്രായം ഒരു വ്യക്തിയോട് ഉണ്ടാവുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ വിമർശിക്കാൻ മാത്രം ഉള്ള ഒരു വ്യക്തിയല്ല. കാരണം അയാളുടെ കഴിവാണ് അയാൾ പ്രസന്റ് ചെയ്യുന്നത്. അയാൾ എന്താണോ എന്നുള്ള അയാളുടെ ഒരു കൾച്ചറാണ് അയാളുടെ വാക്കുകളിലൂടെ വരുന്നത്. അയാൾ ഉപയോഗിക്കുന്ന ചെയ്യുന്ന ജോലിയുടെ ഒരു തീർച്ചയായും ആ വ്യക്തിത്വത്തെ അത് സ്വാധീനിക്കും അല്ലെ. അപ്പൊ അവരൊത്തിരി സ്ഥലങ്ങളിൽ ചലഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതില് അവര് ഇടപെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു പോസിറ്റീവ്, ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ചിന്തയും സംസാരവും വാക്കുകളൊക്കെ സ്വാഭാവികമായിട്ടും ഈ ആൾക്കുണ്ടാവും. അതാവും അയാൾ ആ ഒരു സ്റ്റാൻഡേർഡാണ് അയാൾ പൊതുവെ അയാളുടെ ഒരു സ്റ്റാൻഡേർഡ് അയാൾ മറ്റൊരിടത്ത് സംസാരിക്കുന്നത്. പക്ഷെ അത് ആ ഒരു ലെവലിലേക്ക് ഉയരാത്ത ഒരാൾക്ക് അതൊരു പൊങ്ങച്ചമായിട്ടോ മോശമായിട്ടോ ഒക്കെ തോന്നും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്, വ്യത്യസ്തമായ ചിന്താഗതികളാണ്, വ്യത്യസ്തമായ ബുദ്ധി വളർച്ചയാണ്. അപ്പോൾ നമ്മളൊരു കാര്യത്തെ പറ്റി നമ്മൾ ഒരു ഡിസിഷൻ ചോദിക്കുമ്പോൾ നമ്മുടെ ചിന്ത ചിലപ്പോൾ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏജ്ഡ് ആയ ആളല്ലേ, അപ്പൊ അവരുടെ അഭിപ്രായത്തിന് ഒരു വാല്യൂ ഉണ്ടെന്നുള്ളതാണ് കരുതിയിട്ടാവും നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ മറ്റൊരാളുടെ അഭിപ്രായത്തിന്റെ പേരിൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ പൂർണ്ണമായും നമുക്ക് എന്താണോ, നമുക്ക് ഒരു 10 പേരോട് അഭിപ്രായം ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നത് നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ തീരുമാനത്തിനും അനുസരിച്ചായിരിക്കണം. പൂർണ്ണമായും അത് മറ്റൊരാളുടെ തീരുമാനത്തിലേക്ക് വിട്ടുകൊടുക്കരുത് എന്നല്ല. അറ്റ്ലീസ്റ്റ് ഇപ്പൊ എൻ്റെ അടുത്തൊരാള് ക്യാഷിന് കടം ചോദിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരാൾ ക്യാഷിന് കടം ഒരു 100 രൂപ തരുമോ എന്ന് നമ്മളെടുത്ത് ഒരാൾ ചോദിക്കുകയാണ്. അപ്പൊ നമുക്കത് കൊടുക്കണം എന്നുണ്ട്, നമ്മളത് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ അപ്പൊ തന്നെ നമ്മുടെ അടുത്തുള്ള ആള് ആരാണോ, നമ്മുടെ സുഹൃത്താണോ, അല്ലെങ്കിൽ നമ്മളായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരാളെടുത്ത് നമ്മൾ പറയാണ്, ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് ഒരു 100 രൂപക്ക് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൊടുക്കണോ? അപ്പൊ മറ്റേ ആൾക്ക് ചിലപ്പോൾ ഇയാളെ വലിയ അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തിനാണ് ഈ 100 രൂപ എന്ന് അയാൾ അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ അയാളുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ അയാൾ പറയുകയാണ് എന്തിനാ വെറുതെ, അതൊക്കെ വെറുതെ ഉടായിപ്പ കൊടുക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ ഇയാളോ
ഓൺ ദ സ്പോട്ട് തീരുമാനിക്കാനില്ല കൊടുക്കണ്ട, ഇവൻ പറഞ്ഞതല്ലേ, ഇവൻ പറഞ്ഞാൽ അത് തെറ്റില്ല, അപ്പൊ എന്നാ കൊടുക്കണ്ട വിചാരിച്ചിട്ട് കൊടുക്കൂല. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളിലും അങ്ങനെ മറ്റൊരാളുടെ തീരുമാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ. പലപ്പോഴും പലരും എൻ്റെ ഈ ലൈഫിൽ ചില ആളുകൾ എൻ്റെ അടുത്തും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇന്ന ആള് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്, കൊടുക്കണോ, അല്ലെങ്കിൽ ഇന്ന കാര്യമുണ്ട് അത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ ഇന്ന കാര്യമുണ്ട് അത് ചെയ്യണോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കുമ്പോൾ ഞാൻ പറയാറ് എന്താണെന്ന് അറിയോ, നിങ്ങൾക്ക് എന്താണോ ചെയ്യണം എന്നുള്ളത് അത് ചെയ്തോ, നിങ്ങൾക്ക് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന ഡിസിഷൻ എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എടുക്കുക. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അഡ്വൈസ് ചോദിക്കേണ്ട ആവശ്യം എന്താ? ആൾക്ക് അവരായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ എനിക്ക് ചിലപ്പോ ഇന്ന ആൾക്ക് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവരെ പൂർണ്ണമായും അറിയണമെന്നില്ല, അവരുടെ സിറ്റുവേഷൻസ് എനിക്കറിയില്ല, അവരുടെ ക്യാരക്ടർ എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഞാൻ ഇയാളോട്ടുള്ള കെയറിങ് മാത്രം വെച്ചിട്ട് നിങ്ങൾ കൊടുക്കണ്ട ചെയ്യണ്ട എന്ന് പറയുന്നതിൽ അതിലൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ ചോദിക്കുന്നത്? ഇത്രയും ഏജ് ആയവർക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള പവർ ഇല്ലേ? അല്ലെങ്കിൽ മറ്റൊരാളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ മറ്റൊരാളുടെ അഡ്വൈസ് തന്നെ ചോദിക്കുന്നത് അതൊരു ഇതല്ലേ? നമുക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളും, അപ്പൊ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ബിസിനസ്സിലായാലും ഒക്കെ മറ്റൊരാളുടെ അഡ്വൈസ് ചോദിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവർ ചിലപ്പോൾ വലിയ ഉയരത്തിലായിരിക്കും, അവർക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, എന്നാൽ പോലും ചോദിക്കും. അപ്പൊ മറ്റൊരാൾ എന്താണോ പറയുന്നത് അതല്ലാതെ അവർ ചെയ്യില്ല. അവരുടെ മനസ്സിൽ ശരിയാണെന്ന് തോന്നിയാൽ പോലും അവർ ചെയ്യില്ല. കാരണം 100% നമ്മൾ മറ്റൊരാൾക്ക് വിധേയമായി ജീവിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ മറ്റൊരാളോട് അഡ്വൈസ് ചോദിക്കാം, ആ അഡ്വൈസിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും ശരി, പ്രൊഫഷണൽ ലൈഫിലായാലും ശരി, ആ അഡ്വൈസ് നമ്മൾ എടുക്കുക. ബിസിനസ്സിലായാലും ശരി, ആ അഡ്വൈസ് പ്രകാരം മാത്രമേ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ആ അഡ്വൈസ് പ്രകാരമേ മാത്രമേ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ അഡ്വൈസ് പ്രകാരം മാത്രമേ നമ്മളൊരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയുള്ളൂ. എന്ത് തന്നെയാലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറ്റൊരാളോട് അഡ്വൈസ് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് നമ്മൾ 100% മറ്റൊരാൾക്ക് വിധേയമായി ജീവിക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മൾ നമ്മളല്ലാതായി ജീവിക്കുന്നത് പോലെയല്ലേ? നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് നമ്മൾ 100% ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അതെടുക്കുക. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. അല്ലാതെ നമ്മുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മറ്റൊരാളെടുത്ത് അഡ്വൈസ് ചോദിച്ചിട്ട് അവര് പറയുന്നതിനനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ നടപ്പിലാക്കുന്നത്, അല്ലാതെ അത് നമ്മുടെ ഇഷ്ടമല്ല നമ്മൾ നടപ്പിലാക്കുന്നത്. അയാൾ എന്താണോ പറയുന്നത് ആ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ പ്രൊഫഷനെ കൊണ്ടുപോകുന്നു, ആ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ 100% നമ്മൾ ഒരാൾക്ക് വിധേയപ്പെടുകയാണ്. ചിലപ്പോൾ അതൊരാളാവും, ചിലപ്പോൾ പല ആളുകളാവും. അപ്പൊ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ വിധേയപ്പെട്ട് ജീവിക്കുകയാണ്. നമുക്ക് പിന്നെ പിന്നെ പോകെ നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെയാവും. ഈ അഡ്വൈസ് ചോദിക്കുന്ന ആളുകൾ ഒരു സമയത്ത് നമ്മളെ വിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കാര്യത്തിന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതാവും. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ പെട്ടുപോകുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്വന്തമായ ഡിസിഷൻസ് എടുക്കുക. അത് എത്ര ആളുകൾ നോ പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക. അതിൽ 10 പേര് വന്നിട്ട് അഭിപ്രായം പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആ ഒരു അഭിപ്രായത്തിലും ആ ഒരു തീരുമാനത്തിലും ഉറച്ചു നിന്ന് ആ കാര്യങ്ങൾ പ്രാക്ടിക്കലാക്കി എടുക്കാൻ നോക്കുക എന്നല്ലാതെ 100% നമ്മൾ ഒരാൾക്ക് വിധേയപ്പെട്ട് ജീവിക്കരുതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ശരി. എനിക്ക് പലപ്പോഴും പല കേസുകളിലും പല കാര്യങ്ങളിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് ഒക്കെ ആവും നമ്മളിങ്ങനെ മറ്റൊരാളുടെ അഡ്വൈസ് ചോദിക്കുന്നതും മറ്റൊരാളുടെ ഡിപ്പെൻഡ് ചെയ്ത് തീരുമാനം എടുക്കുന്നതും. പക്ഷെ അത് നമുക്ക് നല്ലതല്ല. ചിലപ്പോൾ നമ്മൾ ഒരാളോട് അഡ്വൈസ് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കില്ല അയാൾക്ക്, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്നില്ല അയാൾക്ക്, പിന്നെ നമ്മുടേതായ ഒരു കൾച്ചർ വാല്യൂ ആവണമെന്നില്ല മറ്റേ ആൾക്ക്. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ സിമ്പതിയും എമ്പതിയും ചിലപ്പോൾ അയാൾക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അയാൾ ഒരു അഡ്വൈസ് പറയുന്നത്. പക്ഷെ നമ്മുടെ എമ്പതിയും സിമ്പതിയും ഏത് ലെവലിലാണ്, നമ്മുടെ കൾച്ചർ ഏത് ലെവലിലാണ്,
നമുക്ക് ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അതൊക്കെ നമുക്ക് മാത്രമേ അറിയൂ, അത് വേറൊരാൾക്കും അറിയില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യത്തിനൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നമ്മളെക്കാൾ കൂടുതൽ ഒരാൾക്കും അറിയില്ല. നമ്മുടെ ലൈഫിലുള്ള നമ്മുടെ പാഷൻ എന്താണ്, നമ്മൾ എവിടെ എത്തിപ്പെടണം എന്ന്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മറ്റൊരാൾക്ക് അറിയുകയുമില്ല. അവർക്ക് അത് എത്രത്തോളം നമ്മുടെ കഴിവിനെ ജഡ്ജ് ചെയ്യാൻ പറ്റണമെന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഒരു കാര്യത്തിൽ തോന്നുന്നത്, ആ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. താങ്ക് യു.